നമസ്കാരം. ഇന്ദ്രവല്ലരി പൂചൂടി വരും സുന്ദര ഹേമന്തരാത്രി, എന്നെ നിന്മാറിലെ വനമാലയിലെ മന്ദാരമലരാക്കൂ, ഇവിടം വൃന്ദാവനമാക്കൂ. ഗന്ധർവക്ഷേത്രം എന്ന പഴയ മലയാളം സിനിമയിലെ ഒരു പാട്ടിൻ്റെ വരിയാണ്. വയലാർ എഴുതിയതാണ്. അതിൽ ഇന്ദ്രവല്ലരിയെ പറ്റി പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്: ഇന്ദ്രവല്ലരി പൂ ചൂടിയാൽ കാമാസക്തി വർദ്ധിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. അത് കാമശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഇന്ദ്രവല്ലരി അഥവാ വള്ളിയൊഴിഞ്ഞയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം അതാണ്: ആദ്യം ധരിക്കുക. കാമാസക്തി വർദ്ധിക്കും സ്ത്രീയും പുരുഷനും. ഇത് പറഞ്ഞതുകൊണ്ട് നാളെ തൊട്ട് എല്ലാവരും ഒഴിഞ്ഞ പൂ തലയിൽ ചൂടി സ്ത്രീകളാരും നടക്കേണ്ട കാര്യമില്ല. അതൊരു അറിവിന് വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഒഴിഞ്ഞയുടെ ഇല, പിന്നെ കുറുന്തോട്ടിയുടെ ഇല, ഇത് രണ്ടും കൂടെ അരച്ച് വെണ്ണ പോലാക്കി ഉരുട്ടിയിട്ട് പിഴിഞ്ഞെടുക്കുക. അതിൻ്റെ നീര്, ആ നീര് 2-3-4 തവണ പിഴിഞ്ഞെടുത്തിട്ട് ആ നീര് അരി ചേർത്ത്, അല്ലെങ്കിൽ പശുവും പാലും അരിയൊക്കെ ചേർത്ത് കുറച്ച് വെല്ലവും ഏലത്തരിയൊക്കെ ഇട്ട് അത് പിന്നെ കുറുക്കിയെടുത്ത്, പണ്ട് സ്ത്രീകൾക്ക് ഉഴിഞ്ഞക്കുഴമ്പ്, പണ്ട് കുറിഞ്ഞിക്കുഴമ്പും കൊടുത്തിരുന്നു, ഉഴിഞ്ഞക്കുഴമ്പും കൊടുത്തിരുന്നു. പ്രസവിച്ച സ്ത്രീകൾക്ക് ഇത് വളരെയധികം ഗുണകരമായിട്ട് കൊടുത്തിരുന്നു. ഇപ്പോൾ ഇത് എത്ര പേർക്ക് അറിയും എന്നറിയില്ല. ഉഴിഞ്ഞയുടെ കുടുംബം സാപ്പിൻഡേസിയാണ് ആധുനിക ശാസ്ത്രപ്രകാരം. ശാസ്ത്രനാമം കാർഡിയോസ്പെർമ ഹലിക്കാബോറ്റ എന്നാണ് ശാസ്ത്രനാമം. ഇത് ചക്രലതയെന്നും ചക്രവല്ലരിയെന്നും ഇന്ദ്രലതയെന്നും ഇന്ദ്രവല്ലിയെന്നും ഇന്ദ്രവല്ലരിയെന്നും ഒക്കെ പല പേരിൽ സംസ്കൃതത്തിൽ അറിയപ്പെടുന്നുണ്ട്. ദശപുഷ്പങ്ങളിലൊന്നാണ്. ഇതിന് അല്പം കയ്പുള്ള ഒരെണ്ണ ഇതിനകത്തുണ്ട്. ഉത്തേജക വസ്തുവാണ് അതെന്നാണ് പറയുന്നത്. അതാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ച ആ ഗുണം ഇതിനുണ്ടാവാൻ പ്രധാനപ്പെട്ട കാരണം. ഇതിൻ്റെ രസം തിക്തമാണ്, സരസ്നിഗ്ധ ഗുണമാണ്, ഉഷ്ണവീര്യമാണ്, മധുര വിഭാഗമാണ്. മലവും മൂത്രവും അയഞ്ഞു പോകാൻ സഹായിക്കുന്നു എന്നുള്ള പിന്നെ ഒഴിഞ്ഞയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമാണ്. ഇതുകൊണ്ട് തന്നെ പലവിധ കാരണങ്ങളാലുള്ള പനി ശമിപ്പിക്കുന്നുണ്ട്. മുടിയുടെ അഴുക്ക് കളയാൻ ഏറ്റവും നല്ലതാണ്. അത് മാത്രമല്ല, മുടിയിലുണ്ടാകുന്ന കാര എന്ന് പറയുന്ന രോഗം, മുടി മുറിഞ്ഞു പോകുന്നത്, മുടിക്ക് ബലക്കുറവ്, മുടിക്ക് നീളം കുറവ്, മുടി നരയ്ക്കുന്നത്, മുടിയുടെ നിറം മാറുന്നത്, ഇതിനൊക്കെ ഏറ്റവും ബെസ്റ്റ് ആഴ്ചയിലൊരിക്കൽ ഇടിച്ച് പിഴിഞ്ഞ താളി തലയിൽ തേച്ച് 1 മണിക്കൂർ കഴിഞ്ഞ് ചെറുപയർ പൊടിയോ കടലമാവോ കൊണ്ട് കഴുകി കളഞ്ഞാൽ മതി. മലബന്ധം, വയറുവേദന എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ ഉഴിഞ്ഞ നല്ലതാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പ്രയോഗം ഹൈഡ്രോസിൽ എന്ന് പറയുന്ന വൃഷണവീക്കത്തിന് ഉഴിഞ്ഞയുടെ ഇല അരച്ച് പുറമേ പുരട്ടുക. അങ്ങനെ പുരട്ടിക്കഴിഞ്ഞാൽ തുടക്കത്തിലാണെങ്കിൽ ആ വൃഷണത്തിൻ്റെ വീക്കം പെട്ടെന്ന് തന്നെ മാറിക്കോളും. പക്ഷേ അത് പഴകിയ രോഗത്തിന് ഇത് ഫലിക്കാതെയും കണ്ടിട്ടുണ്ട്. ഉഴിഞ്ഞയുടെ ഇല ആർത്തവ തടസ്സം ദൂരീകരിക്കുന്നതിന് ഇത് വറുത്തരച്ച് കുഴമ്പാക്കിയിട്ട് പൊക്കിളിന് താഴെ അടിവയറ്റിൽ പ്രയോഗിക്കുന്ന ഒരു പ്രയോഗം പണ്ട് കാലത്തുണ്ടായിട്ടുണ്ട്. വളരെ രസകരമായിട്ടുള്ള ഒരു പ്രയോഗമാണ്. ഇപ്രകാരം ഒഴിഞ്ഞയുടെ ഗുണങ്ങൾ ഒരുപാടുണ്ട് വർണ്ണിച്ചാൽ. ഭാവപ്രകാശം, രാജവല്ലഭ നിഘണ്ടു, മദനപാല നിഘണ്ടു, ബൃഹത് നിഘണ്ടു, ഇതിലൊക്കെ ഒഴിഞ്ഞയെ സംബന്ധിച്ച് ഒരുപാട് ഗുണങ്ങൾ പറയുന്നുണ്ട്. സിദ്ധവൈദ്യപ്രകാരവും ഒഴിഞ്ഞ വളരെ നല്ല ഔഷധങ്ങളാണ്. ചില ധാതുക്കളൊക്കെ ശുദ്ധി ചെയ്യാൻ ഒഴിഞ്ഞ ചാറ് ഉപയോഗിക്കാറുണ്ട്.